ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ ഈ ഒരു സെഷനിൽ നമ്മൾ LDCക്ക് മാത്രമല്ല നാളത്തെ ഡിഗ്രി പ്രിലിംസിന് കൂടി ഉപകാരപ്പെടുന്ന ഒരു സെഷനാണ്. നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയ 50 കറണ്ട് അഫയേഴ്സാണ് നമ്മളിവിടെ നോക്കുന്നത്. നമുക്ക് നേരിട്ട് സെഷനിലേക്ക് പോവാം. ഫസ്റ്റത്തെ ചോദ്യം, ഐക്യരാഷ്ട്രസഭയിൽ ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധിയായി നിയമിതനായത് ആരാണ്? അരിന്ദം ബാഗ്ജിയാണ്. എങ്ങനെ ഓർക്കാം? അരിന്ദം ബാഗ്ജി എങ്ങനെ ഓർക്കാം? ഐക്യരാഷ്ട്രസഭയിൽ സ്ഥിരം പ്രതിനിധിയായി, സ്ഥിരം പോകണം അല്ലേ? അപ്പോൾ സ്ഥിരം ആകുമ്പോൾ എന്താണ്? അരിയെല്ലാം ബാഗിലിട്ട് അദ്ദേഹം കൂടെ കൊണ്ടുപോയി അവിടെ വെച്ച് കഴിക്കാൻ വേണ്ടിയിട്ട് അരിയെല്ലാം ബാഗിലിട്ട് അദ്ദേഹം കൊണ്ടുപോയി. സ്ഥിരം പ്രതിനിധി അരിന്ദം ബാഗ്ജി എന്നോർത്ത് വയ്ക്കുക. അടുത്തെന്താണ്? 2023 നാഷണൽ ആർച്ചറി ചാമ്പ്യൻഷിപ്പിൻ്റെ വേദി അയോധ്യ ഓർത്ത് വയ്ക്കുക. നാഷണൽ ആർച്ചറി ചാമ്പ്യൻഷിപ്പിൻ്റെ വേദി. ആർച്ചറി എന്ന് പറയുമ്പോൾ അമ്പുമില്ലു അല്ലേ? അമ്പുമില്ലു എന്ന് പറയുമ്പോൾ അയോധ്യ എന്ന് പറയുമ്പോൾ തന്നെ ശ്രീരാമൻ അല്ലെങ്കിൽ അവിടുത്തെ യുദ്ധം ആണല്ലോ ഓർമ്മ വരുന്നത്. അപ്പോൾ ഈ അമ്പും വില്ലും വെച്ചിട്ടുള്ള യുദ്ധമായിരുന്നു, അല്ലെങ്കിൽ ശ്രീരാമൻ്റെ ആയുധമായ അമ്പും വില്ലും എന്ന് ഓർക്കുക. ആർച്ചറി അയോധ്യയിൽ വെച്ച്. അടുത്തത് 2023 ആഗോള പട്ടിണി സൂചിക പ്രകാരം ഇന്ത്യക്ക് ലഭിച്ച സ്ഥാനം എത്രയാണ്? 111. ആഗോള പട്ടിണി സൂചിക. ഈ 111 എന്ന് പറയുമ്പോൾ 111 എന്ന് കാണുമ്പോൾ 3 മെലിഞ്ഞ ആളുകൾ നിൽക്കുന്ന പോലെയല്ലേ? അപ്പോൾ നമുക്ക് പട്ടിണി സൂചിക എന്നുള്ളത് ഇന്ത്യയുടെ സ്ഥാനം 3 മെലിഞ്ഞ ആളുകൾ നിൽക്കുന്നത് 111 എന്ന് ഓർത്ത് വയ്ക്കാം. അടുത്തത്, കിൻഫ്രയുടെ ആദ്യ സ്പേസ് പാർക്ക് നിലവിൽ വരുന്ന ജില്ല ഏതാണ്? ഇടുക്കിയാണ്, തുടങ്ങനാടാണ്. ഓർത്ത് വയ്ക്കുക. എങ്ങനെ ഓർക്കാം? സ്പൈസ് പാർക്കാണല്ലേ? സ്പൈസ് എന്ന് പറയുമ്പോൾ വയനാട്, ഇടുക്കിയൊക്കെ അല്ലേ നമുക്ക് ആദ്യം മൈൻഡിലേക്ക് വരുന്നത്. അപ്പോൾ ഇടുക്കി ഓർത്ത് വയ്ക്കുക. അതുപോലെ തുടങ്ങനാടാണ് ആദ്യ സ്പേസ് പാർക്ക്. തുടങ്ങുന്നത് ഇടുക്കിയിലാണ്. തുടങ്ങുന്ന നാട് ഇടുക്കി, തുടങ്ങനാട് എന്നുകൂടി ഓർത്ത് വയ്ക്കുക. അടുത്തത് 2023 ലോക ആരോഗ്യ ഉച്ചകോടിയുടെ വേദി ഏതാണ്? ജർമ്മനി. ഓർത്ത് വയ്ക്കാം. എങ്ങനെ ഓർത്ത് വയ്ക്കാം? ലോക ആരോഗ്യ ഉച്ചകോടി, ആരോഗ്യമാണ് അല്ലേ? അപ്പോൾ മേനി, ജർമ്മനി, മനി എന്ന് പറയുമ്പോൾ മേനി എന്ന് ഓർത്ത് വയ്ക്കാമല്ലോ. ശരീരം അല്ലേ? ശരീരത്തിലല്ലേ ആരോഗ്യം ഉണ്ടാവുക. അപ്പോൾ ജർമ്മനി, മേനി, ആരോഗ്യം എന്ന് കണക്ട് ചെയ്ത് വയ്ക്കുക. അടുത്തത്, കേരളത്തിൻ്റെ സ്വന്തം വൈൻ ബ്രാൻഡ് ഏതാണ്? നിള. നമുക്കിത് ഇംഗ്ലീഷിൽ എഴുതുമ്പോൾ എന്താണ്? നില അല്ലേ? വൈനൊക്കെ കുടിച്ച് കഴിഞ്ഞാൽ എന്ത് തോന്നും? ഞാനൊരു നിലയിലെത്തി എന്നൊരു ഇത് വരില്ലേ? അത് ഓർത്ത് വയ്ക്കുക. കേരളത്തിൻ്റെ സ്വന്തം വൈൻ ബ്രാൻഡ്. വൈനെല്ലാം കുടിച്ച് കഴിഞ്ഞാൽ ഞാനൊരു നിലയിലെത്തി അല്ലേ? ഡച്ച് കറേജ് എന്ന് പറയില്ലേ? മദ്യം കഴിച്ച് കഴിഞ്ഞിട്ടുള്ള കറേജ് ഓർത്ത് വയ്ക്കുക. അടുത്തത്, 2023 ഒക്ടോബറിൽ അറബിക്കടലിൽ രൂപം കൊണ്ട ചുഴലിക്കാറ്റ് ഏതാണ്? തേജ്. ഓർത്ത് വയ്ക്കുക. 2023 ഒക്ടോബറിൽ അറബിക്കടലിൽ രൂപം കൊണ്ട ചുഴലിക്കാറ്റ്. അറബിക്കടലിൽ ഓർത്ത് വയ്ക്കുക. തേജ് എന്ന പേര് നൽകിയത് ഇന്ത്യയാണ് എന്നുകൂടി ഓർത്ത് വയ്ക്കുക. അടുത്തത് നോക്കുക. അടുത്തത് 2023 സംസ്ഥാന സ്കൂൾ കായികമേളയുടെ വേദി. 2023 സംസ്ഥാന സ്കൂൾ കായികമേളയുടെ വേദി ഏതാണ്? തൃശ്ശൂരാണ്. തൃശ്ശൂർ കുന്നംകുളം എന്നോർത്ത് വയ്ക്കുക. 2023 സംസ്ഥാന സ്കൂൾ കായികമേളയുടെ വേദി തൃശ്ശൂർ. അപ്പോൾ ഈ കായികമേളയിൽ 3ാം തവണയും ഓവറോൾ കിരീടം നേടിയതാരാണ്? പാലക്കാട് ജില്ലാ ടീമാണ്. ഓർത്ത് വയ്ക്കുക. 2023 സംസ്ഥാന സ്കൂൾ കായികവേദി തൃശ്ശൂരിലാണ് നടന്നത്. പാലക്കാട് ജില്ലാ ടീമാണ് ഓവറോൾ കിരീടം നേടിയത്. അടുത്തത്, VS അച്യുതാനന്ദൻ്റെ 100ാം പിറന്നാൾ ദിനത്തിൽ അദ്ദേഹത്തിൻ്റെ ജീവിതം ആസ്പദമാക്കി പുറത്തിറക്കിയ പുസ്തകം ഏതാണ്? ഒരു സമര നൂറ്റാണ്ട്. ഓർത്ത് വയ്ക്കുക. പ്രകാശനം ചെയ്തത് മുഖ്യമന്ത്രി പിണറായി വിജയനാണ് എന്നുകൂടി ഓർത്ത് വയ്ക്കുക. VS അച്യുതാനന്ദൻ്റെ പുസ്തകം ഏതാണ്? ഒരു സമര നൂറ്റാണ്ട്. അടുത്തത്, കല, സാഹിത്യം, സാംസ്കാരികം തുടങ്ങിയ മേഖലകളിലെ സമഗ്ര സംഭാവനയ്ക്കുള്ള കേരള നിയമസഭാ പുരസ്കാരത്തിന് അർഹനായ സാഹിത്യകാരൻ MT വാസുദേവൻ നായർ. ഓർത്ത് വയ്ക്കുക. അടുത്തത്, 2023 ഏഷ്യൻ വനിതാ ചാമ്പ്യൻസ് ഹോക്കിയുടെ ഭാഗ്യചിഹ്നം ഏതാണ്? ജൂഹി എന്ന ആന. ഓർത്ത് വയ്ക്കുക. നമുക്കെങ്ങനെ ഓർക്കാൻ വേണ്ടിയിട്ട്? വനിതാ ചാമ്പ്യൻസ് അല്ലേ? അപ്പോൾ നമുക്ക് ജൂഹി ചൗളയെ ഓർക്കാം അല്ലേ? ജൂഹി ചൗള. വേദി റാഞ്ചി. ആനറാഞ്ചി എന്നൊക്കെ ഓർത്ത് വയ്ക്കുക. എന്താണ്? ആനറാഞ്ചി എന്ന് ഓർത്ത് വയ്ക്കുക. ജൂഹി എന്ന ആനയാണ്
2023 ഏഷ്യ വനിതാ ചാമ്പ്യൻസ് ഹോക്കിയുടെ ഭാഗ്യചിഹ്നം. അടുത്തിടെ ബതുക്കമ്മ ഫെസ്റ്റിവൽ ആഘോഷിച്ച സംസ്ഥാനം ഏതാണ്? തെലുങ്കാനയാണ്. തെലുങ്കാന ഓർത്തു വയ്ക്കുക. ബതുക്കമ്മ തെലുങ്കാന. അവിടെ തന്നെ നമുക്കൊരു കണക്ഷൻ കിട്ടുന്നുണ്ടല്ലോ, ബതുക്കമ്മ തെലുങ്കാന ഓർത്തു വയ്ക്കുക. അടുത്തത് കേന്ദ്ര ഉപരിതല ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരിയുടെ ജീവിതകഥ പറയുന്ന മറാഠി സിനിമ ഗഡ്കരി തന്നെയാണ്, ഓർത്തു വയ്ക്കാം. ഇവിടെ ഓർക്കേണ്ടത് കേന്ദ്ര ഉപരിതല ഗതാഗത മന്ത്രി വീണ്ടും ആരാണ്? നിതിൻ ഗഡ്കരി തന്നെയാണല്ലോ, അത് ഓർത്തു വയ്ക്കുക. അടുത്തത് 2023 ലോകത്തിലെ മികച്ച പുരുഷ അത്ലറ്റിനുള്ള പുരസ്കാരത്തിന് നോമിനേഷൻ ലഭിച്ച ആദ്യ ഇന്ത്യൻ താരം ആരാണ്? നീരജ് ചോപ്രയാണ്. നീരജ് ചോപ്ര ഓർത്തു വയ്ക്കുക, നീരജ് ചോപ്ര. അടുത്തത് 2023 ഒക്ടോബറിൽ ഏത് സംസ്ഥാനത്തിൻ്റെ കശുവണ്ടി വ്യവസായത്തിനാണ് ജിയോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻ ടാഗ് ലഭിച്ചത്? കശുവണ്ടിയാണല്ലേ, കശുവണ്ടി. ഏത് സംസ്ഥാനമായിരിക്കും? ഫെനിയൊക്കെ നമുക്കറിയാലോ, ഗോവ അല്ലേ, ഗോവയിലെ ഒരു മദ്യമാണ് കശുവണ്ടി വാറ്റിയെടുക്കുന്ന ഫെനിയൊക്കെ നമുക്കറിയാലോ. അപ്പോൾ ഓർത്ത് വയ്ക്കുക, കശുവണ്ടി, ഗോവ. അടുത്തത് കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ പുതിയ മന്ദിരത്തിൻ്റെ പേരെന്താണ്? NV കൃഷ്ണവാര്യർ സ്മാരക മന്ദിരം. NV കൃഷ്ണവാര്യർ സ്മാരക മന്ദിരം തിരുവനന്തപുരത്താണ് സ്ഥിതി ചെയ്യുന്നത്. കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ പുതിയ മന്ദിരത്തിൻ്റെ പേരാണ്. അടുത്തത് ഇന്ത്യയിലെ ആദ്യ ഡിസൈനർ മൃഗശാല നിലവിൽ വരുന്നത്? പുത്തൂർ സുവോളജിക്കൽ പാർക്ക്. എവിടെയാണ്? തൃശ്ശൂരാണ് എന്നോർത്ത് വയ്ക്കുക. ഇന്ത്യയിലെ ആദ്യ ഡിസൈനർ മൃഗശാല നിലവിൽ വരുന്നത് പുത്തൂർ സുവോളജിക്കൽ പാർക്ക്. ഇത് ഒരു ഓസ്ട്രേലിയൻ ഡിസൈനറാണ് ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ജോൺ കോ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. നമുക്കൊക്കെ പെട്ടെന്ന് സ്ട്രൈക്ക് ചെയ്യുന്നൊരു മലയാളം ഡയലോഗ് ഉണ്ടല്ലോ, ജാങ്കോ ഞാൻ പെട്ടു. ഒരു മതിലെടുത്ത് ചാടിയ ശേഷം പട്ടിയുടെ മുന്നിൽ അകപ്പെടുമ്പോൾ പറയുന്ന ഡയലോഗല്ലേ, അതുപോലെ സൂവിൻ്റെ മതിലെടുത്ത് ചാടി ഒരു മൃഗത്തിൻ്റെ മുന്നിൽ അകപ്പെടുമ്പോൾ എന്തു പറയും? ജാങ്കോയ്ക്ക് പകരം ജോൺ കോ ഞാൻ പെട്ടു എന്നോർത്ത് വയ്ക്കുക. ജോൺ കോ ആണ്, ഓസ്ട്രേലിയൻ ഡിസൈനറായ ജോൺ കോ ആണ് പുത്തൂർ സുവോളജിക്കൽ പാർക്ക് ഡിസൈൻ ചെയ്തത് എന്നോർത്ത് വയ്ക്കുക. ഇന്ത്യയിലെ ആദ്യ ഡിസൈനർ മൃഗശാലയാണ് പുത്തൂർ സുവോളജിക്കൽ പാർക്ക് എന്നോർക്കുക. അടുത്തത് സൂക്ഷ്മ ഇടത്തരം ചെറുകിട സംരംഭങ്ങൾക്ക് ഇൻഷുറൻസ് ഏർപ്പെടുത്തിയ ആദ്യ സംസ്ഥാനം ഏതാണ്? നമ്മുടെ കേരളം തന്നെയാണ്. സൂക്ഷ്മ ഇടത്തര ചെറുകിട സംരംഭങ്ങൾക്ക് ഇൻഷുറൻസ് ഏർപ്പെടുത്തിയത് കേരളം. അടുത്തത് വനിതകൾക്ക് 10ാം ക്ലാസ് യോഗ്യത ഉറപ്പാക്കുന്നതിന് കുടുംബശ്രീ ആരംഭിച്ച തുല്യതാ പഠന പദ്ധതി. 10ാം ക്ലാസ് യോഗ്യ ഓർത്ത് വയ്ക്കുക. അടുത്തത് 57 പഞ്ചായത്തുകളിലെ എൻജിനീയറിംഗ് വിഭാഗത്തിൽ വിജിലൻസ് നടത്തിയ പരിശോധന. എൻജിനീയറിംഗ് വിഭാഗത്തിലാണ്. എൻജിനീയറിംഗ് വിഭാഗമാകുമ്പോൾ എൻജിനീയറിംഗുകാരാണല്ലോ ബ്ലൂ പ്രിൻ്റ് എല്ലാം വരയ്ക്കുന്നത്. അപ്പോൾ ഓപ്പറേഷൻ ബ്ലൂ പ്രിൻ്റ്, എൻജിനീയറിംഗ് വിഭാഗത്തിൽ ഓപ്പറേഷൻ ബ്ലൂ പ്രിൻ്റ്. അടുത്തത് 14ാമത് JC ഡാനിയൽ ഫൗണ്ടേഷൻ അവാർഡ് പ്രഖ്യാപിച്ചു. മികച്ച നടൻ ആരാണ്? മികച്ച നടൻ കുഞ്ചാക്കോ ബോബൻ. അടുത്തത് മികച്ച നടി മഞ്ജു വാര്യർ. മികച്ച സംവിധായകൻ മഹേഷ് നാരായണൻ. ഓർത്തു വയ്ക്കുക, മികച്ച നടൻ കുഞ്ചാക്കോ ബോബൻ, മികച്ച നടി മഞ്ജു വാര്യർ, മികച്ച സംവിധായകൻ മഹേഷ് നാരായണൻ. അടുത്തത് നോക്കൂ, കേരളത്തിലെ ആദ്യ സിനിമ ടൂറിസ കേന്ദ്രം പദ്ധതി നിലവിൽ വരുന്നത് എവിടെയാണ്? വെള്ളായണി, കിരീടപാലം. ഓർത്തു വയ്ക്കുക, കേരളത്തിലെ ആദ്യ സിനിമ ടൂറിസ കേന്ദ്രം വെള്ളായണി പരമു എന്ന് പറഞ്ഞ പഴയൊരു നസീറിൻ്റെ സിനിമയുണ്ട്, ജസ്റ്റ് ഒന്ന് ഓർത്ത് വയ്ക്കുക. അത് കിട്ടുന്നില്ലെങ്കിൽ എന്താണ്? സിനിമ ടൂറിസം എന്നൊക്കെ പറയുമ്പോൾ കുറച്ച് വെള്ളമൊക്കെ ഉള്ളിടത്താണ് ടൂറിസ കേന്ദ്രങ്ങൾ വരുന്നത് എന്ന് ഓർക്കുക. അപ്പോൾ ആദ്യ സിനിമ ടൂറിസം വെള്ളമുള്ള വെള്ളായണി. വെള്ളമുണ്ടെങ്കിൽ എന്താണ്? പാലം ഉണ്ടായിരിക്കും. അപ്പോൾ കിരീടപാലം എന്നോർത്ത് വയ്ക്കുക. അടുത്തത് കേന്ദ്ര ബാഡ്മിൻ്റൺ ഡബിൾസ് റാങ്കിങ്ങിൽ ഒന്നാമതെത്തിയ ഇന്ത്യൻ ജോഡികൾ ആരൊക്കെയാണ്? സ്വാതിക് സായ്, രാജ് രംഗി റെഡ്ഡിയും ചിരാഗ് ഷെട്ടിയും. ഓർത്തു വയ്ക്കുക, ലോക ബാഡ്മിൻ്റൺ ഡബിൾസ് റാങ്കിങ്ങിൽ സ്വാതിക് സായ്, രാജ് രംഗി റെഡ്ഡിയും ചിരാഗ് ഷെട്ടിയും. അടുത്തത് നോക്കൂ, കേരള സാമൂഹ്യനീതി വകുപ്പിൻ്റെ പുതിയ ഡയറക്ടർ ആരാണ്? H ദിനേശ്. കേരള സാമൂഹ്യനീതി ദിനേശ് ഓർത്തു വയ്ക്കുക. അടുത്തത് വിദ്യാർത്ഥികൾക്കായി ജെ ഗുരുജി ആപ്പ് ആരംഭിച്ച സംസ്ഥാനം. ജെ ഫോർ ജാർഖണ്ഡ്. ഓർത്തു വയ്ക്കുക, ജെ ഫോർ ജാർഖണ്ഡ്.
ജാർഖണ്ഡിലാണ് ജെ ഗുരുജി ആപ്പ് ആരംഭിച്ചത്. അടുത്തത് 2023 ഒക്ടോബറിൽ അന്തരിച്ച പ്രശസ്ത US കവയിത്രിയും 2020 സാഹിത്യ നോബൽ ജേതാവുമായ വ്യക്തി ആരാണ്? ലൂയിസ് ഗ്ലിക്ക്. എങ്ങനെ ഓർക്കാം? US കവയിത്രി, ലൂയിസ് ഒരുപോലെ ഉണ്ടല്ലോ പറയാൻ. ലൂയിസ് ഗ്ലിക്ക് എന്ന് ഓർത്തു വയ്ക്കുക. അടുത്തത് 2023 രാജ്യാന്തര ഒളിമ്പിക്സ് കമ്മിറ്റിയുടെ സമ്മേളനത്തിന് വേദിയായ നഗരം ഏതാണ്? 2023 രാജ്യാന്തര ഒളിമ്പിക്സ് കമ്മിറ്റിയുടെ ഒളിമ്പിക്സിന് മുമ്പേ കമ്മിറ്റി നടന്നു അല്ലേ? ഒളിമ്പിക്സിന് മുംബൈ കമ്മിറ്റി നടന്നു എന്ന് ഓർത്തു വയ്ക്കുക. അടുത്തത് ഏത് രാജ്യത്തിൻ്റെ ഒളിമ്പിക്സ് കമ്മിറ്റിയാണ് ഇൻ്റർനാഷണൽ ഒളിമ്പിക്സ് കമ്മിറ്റിയിൽ നിന്നും സസ്പെൻഡ് ചെയ്തത്? റഷ്യ. ഓർത്തു വയ്ക്കുക. എങ്ങനെ ഓർക്കാം? കമ്മിറ്റിയിൽ ആരെങ്കിലും റഷ് ഉണ്ടാക്കിയാൽ അവരെ സസ്പെൻഡ് ചെയ്തു അല്ലേ? റഷ്യയെ സസ്പെൻഡ് ചെയ്തു എന്ന് ഓർത്തു വയ്ക്കുക. അടുത്തത് 54ാമത് ഗോവ അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവത്തിൻ്റെ ഭാഗമായുള്ള 2023 സത്യജിത് റായ് ആജീവനാന്ത പുരസ്കാരം നേടിയ ഹോളിവുഡ് താരം ആരാണ്? മൈക്കിൾ ഡഗ്ലസ്. സത്യജിത് റേ ആജീവനാന്ത പുരസ്കാരം. സത്യം വിളിച്ചു പറയുന്നത് മൈക്കിലൂടെയാണ്. മൈക്കിലൂടെ സത്യം വിളിച്ചു പറഞ്ഞു. മൈക്കിൾ സത്യം വിളിച്ചു പറഞ്ഞു. മൈക്കിൾ ഡഗ്ലസ്, സത്യജിത് റായ്. അമേരിക്കൻ ചലച്ചിത്ര നടനും നിർമ്മാതാവുമാണ് മൈക്കിൾ ഡഗ്ലസ് എന്ന് ഓർത്ത് വയ്ക്കുക. അടുത്തത് 2023 47ാമത് വയലാർ പുരസ്കാരം ലഭിച്ചത് ശ്രീകുമാരൻ തമ്പി. നമ്മൾ കോഡ് വെച്ച് പറഞ്ഞാണല്ലേ. 23 മൂന്ന് തുമ്പികൾ വയലിൽ 3 തുമ്പികൾ, ശ്രീകുമാരൻ തമ്പി എന്ന്. പുരസ്കാരം ലഭിച്ച കൃതി ഏതാണ്? ജീവിതം ഒരു പെൻഡുലം. ഈ അവാർഡ്സിൻ്റെ വീഡിയോ ആരെങ്കിലും കാണാത്തതുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കുക, എന്തായാലും നിങ്ങൾക്ക് ഉപകാരപ്പെടും. അടുത്തത് നോക്കൂ. 2024 യൂറോ കപ്പ് ഫുട്ബോൾ വേദി ജർമ്മനി. മണി. യൂറോ എന്ന് പറയുന്നത് ഒരു കറൻസിയാണല്ലോ. യൂറോ മണി, ജർമ്മനി. അടുത്തത് 2023 ഒക്ടോബറിൽ ഉത്തർപ്രദേശിൻ്റെ സംസ്ഥാന ജലജീവിയായി പ്രഖ്യാപിച്ചത്. ഉത്തർപ്രദേശിൻ്റെ സംസ്ഥാന ജലജീവി ഗംഗാ ഡോൾഫിൻ. ഓർത്തു വയ്ക്കുക, ഗംഗാ ഡോൾഫിൻ. ഇന്ത്യയുടെ സംസ്ഥാന ജലജീവിയുമാണ് ഗംഗാ ഡോൾഫിൻ. സുസു എന്നറിയപ്പെടുന്ന ഗംഗാ ഡോൾഫിനാണ് ഇന്ത്യയുടെയും അതുപോലെ ഉത്തർപ്രദേശിൻ്റെ സംസ്ഥാന ജലജീവിയും. ഒന്നോർത്തുക. അടുത്തത് കേരളത്തിലെ ആദ്യത്തെ 3D സാങ്കേതിക വിദ്യയിൽ നിർമ്മിച്ച കെട്ടിടം ഏതാണ്? അപ്പോൾ 3D കാണുമ്പോൾ നമ്മൾ എന്ത് പറയും? അമേസിങ് അല്ലേ? അമേസ് 28. ഈ കെട്ടിടം നിലവിൽ വന്നത് തിരുവനന്തപുരത്താണ് എന്ന് ഓർത്ത് വയ്ക്കുക. അടുത്തത് രാജ്യത്തെ തദ്ദേശീയ ഉൽപ്പന്നങ്ങളുടെ പ്രദർശനവും വിപണനവും ലക്ഷ്യമിട്ട് കേരളത്തിലെ ഏകതാ മാൾ നിലവിൽ വരുന്നത്. ഏകതാ മാൾ അതിൻ്റെ പകുതി എടുത്താൽ എന്താ? ഏകം എന്ന് പറയുമ്പോൾ ഒറ്റൊന്ന് എവിടെയാണ്? നമ്മുടെ തിരുവനന്തപുരത്ത്, നമ്മുടെ തലസ്ഥാനത്ത് മാത്രമാണ് എന്ന് ഓർക്കുക. ഏകതാ മാൾ തിരുവനന്തപുരത്ത്. വനിതകളുടെ സുരക്ഷയും ശാക്തീകരണവും മുൻനിർത്തി കേന്ദ്ര സർക്കാർ ആരംഭിച്ച പദ്ധതി. വനിതകളുടെ സുരക്ഷയും ശാക്തീകരണവും, മിഷൻ ശക്തി എന്ന് പറയുമ്പോൾ വനിതകളാണ്, സുരക്ഷയും ശാക്തീകരണവും എന്നോർത്ത് വയ്ക്കുക. അടുത്തത് പ്രഥമ AR രാജവർമ്മ പുരസ്കാരം നേടിയതാരാണ്? ശ്രീകുമാരൻ തമ്പി. വീണ്ടും ശ്രീകുമാരൻ തമ്പി. AR രാജവർമ്മ, രാജകുമാരൻ എന്ന് പഠിച്ചു വയ്ക്കുക. രാജവർമ്മ, ശ്രീകുമാരൻ, രാജകുമാരൻ എന്ന് പഠിച്ചു വയ്ക്കുക. അടുത്തത് പട്ടികജാതി വിദ്യാർത്ഥികൾക്ക് ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം ലഭിക്കുന്നതിനായി കേന്ദ്ര സർക്കാർ ആരംഭിച്ച പദ്ധതി ശ്രേഷ്ഠ. കേന്ദ്ര സർക്കാരാണ് ആരംഭിച്ചത്. പട്ടികജാതി വിദ്യാർത്ഥികൾക്ക് ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം ലഭിക്കാൻ ശ്രേഷ്ഠ. അടുത്തത് നോക്കൂ. ഇന്ത്യൻ ഫയർഫോഴ്സ് ദിന പരേഡിന് നേതൃത്വം നൽകിയ ആദ്യ വനിത ഷാലിസ ദാമി. എയർഫോഴ്സ് അല്ലേ? എയർ എന്ന് പറയുമ്പോൾ വായു, കാറ്റ് അല്ലേ? കാറ്റിൽ ഇങ്ങനെ പാറുന്നു അല്ലേ? ഷാളിങ്ങനെ പാറുമല്ലോ. ലേഡീസിൻ്റെ ഷാളിങ്ങനെ എയറിലിങ്ങനെ പാറുമല്ലോ. അപ്പോൾ ഷാലിസ ദാമി എന്ന് ഓർത്ത് വയ്ക്കുക. അടുത്തത് 2023 അന്താരാഷ്ട്ര ഡാം സേഫ്റ്റി കോൺഫറൻസിൻ്റെ വേദി ജയ്പൂർ. അന്താരാഷ്ട്ര ഡാം സേഫ്റ്റി കോൺഫറൻസ് 2023 വേദി രാജസ്ഥാനിലെ ജയ്പൂർ.
അടുത്ത നോക്കൂ, വിക്രം സാരാഭായ് സയൻസ് ഫൗണ്ടേഷൻ്റെ പ്രഥമ വിക്രം സാരാഭായ് വിജ്ഞാൻ പുരസ്കാരത്തിന് അർഹനായത് എസ് സോമനാഥ് പഠിച്ചു വയ്ക്കുക. എസ് സോമനാഥ് എന്ന് പറയുന്നത് നമ്മുടെ ISROയുടെ ചെയർമാനാണ്, 10ാമത്തെ ചെയർമാനാണ്, 5ാമത്തെ മലയാളി ചെയർമാനാണ്, ഓർത്തു വയ്ക്കുക. പ്രഥമ വിക്രം സാരാഭായ് വിജ്ഞാൻ പുരസ്കാരം നേടിയത് എസ് സോമനാഥ്. എസ് എന്ന് പറയുമ്പോൾ 5 എന്ന് എഴുതുന്ന പോലെയല്ലേ, അപ്പോൾ 5ാമത്തെ മലയാളി ചെയർമാൻ ആണെന്ന് ഓർത്തു വയ്ക്കുക, 10ാമത്തെ ചെയർമാനും. അടുത്തത് നോക്കൂ, സ്കൂൾ പാഠ്യ പദ്ധതിയിൽ ലിംഗസമത്വം എന്നതിന് പകരം ഉൾപ്പെടുത്തിയ വാക്യതാണ് ലിംഗനീതി. ലിംഗസമത്വത്തിന് പകരം ലിംഗനീതി. അടുത്തത്, കേരളത്തിലെ പുതിയ വിജിലൻസ് ഡയറക്ടർ ആയിട്ട് ചുമതലയേൽക്കുന്ന വ്യക്തി ആരാണ്? യോഗേഷ് ഗുപ്ത വിജിലൻസ് ഡയറക്ടറാണ് അല്ലേ. നമ്മൾ ഈ യോഗ ചെയ്യുമ്പോൾ വളരെ വിജിലൻ്റ് ആയിരിക്കണം, വളരെ ടാർഗറ്റ് മൈൻഡ് ഫോക്കസ് ചെയ്തിട്ട് വേണമല്ലോ യോഗ ചെയ്യാൻ. അപ്പോൾ വിജിലൻസ് ഡയറക്ടർ യോഗേഷ് ഗുപ്ത എന്നോർത്ത് വയ്ക്കുക. അടുത്ത് നോക്കൂ, ലെക് ലഡ്കി പദ്ധതിക്ക് അംഗീകാരം നൽകിയത് ഏത് സംസ്ഥാന സർക്കാരാണ്? മഹാരാഷ്ട്ര. ലെക് ലഡ്കി അല്ലേ. വനിതകൾ അല്ലെങ്കിൽ ലഡ്കി എന്ന് പറയുമ്പോൾ പെൺകുട്ടികൾക്ക് ലെക്ക് അല്ലേ, ഒരു മനസ്സോടുകൂടെ മഹാരാഷ്ട്ര എന്ന് ഓർത്തു വയ്ക്കുക. അടുത്തത് നോക്കൂ, സംസ്ഥാനത്തെ ബെവ്കോ ഔട്ട്ലെറ്റുകളിൽ വിജിലൻസ് നടത്തിയ പരിശോധന ഏതാണ്? ഓപ്പറേഷൻ മൂൺലൈറ്റ്. ബെവ്കോ എന്ന് പറയുമ്പോൾ നമുക്കൊരു പാട്ട് ഓർമ്മ വരുമല്ലോ, ഏതാണ്? മേലെ മാനത്ത് 1000 ഷാപ്പുകൾ തുറക്കുന്നുണ്ടല്ലോ. അപ്പോൾ ചന്ദ്രൻ്റെ മൂൺലൈറ്റ് എന്ന് പറയുമ്പോൾ ചന്ദ്രൻ്റെ ലൈറ്റ്, നിലാവത്ത് നിന്ന് പാടുന്ന ആ പാട്ടൊന്ന് ഓർത്ത് വയ്ക്കുക. ബെവ്കോ ഔട്ട്ലെറ്റ് വിജിലൻസ് നടത്തിയ പരിശോധന ഓപ്പറേഷൻ മൂൺലൈറ്റ്. അടുത്ത് നോക്കൂ, IMFൻ്റെയും ലോകബാങ്കിൻ്റെയും 2023 വാർഷിക സമ്മേളനത്തിന് വേദിയാകുന്ന നഗരം മൊറോക്കോ. ഓർത്ത് വയ്ക്കുക. അടുത്ത് നോക്കൂ, കേരളത്തിൽ ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി ഏകീകരണം പൂർണ്ണമായി നടപ്പാക്കുന്നതിനായി ശുപാർശ ചെയ്ത കമ്മിറ്റി ഏതാണ്? കേരളത്തിൽ ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി ഏകീകരണം ഖാദർ കമ്മിറ്റിയാണ്. ഓർത്തു വയ്ക്കുക. അടുത്തത്, 2023 ഒക്ടോബറിൽ ജാതി സെൻസസ് പ്രസിദ്ധീകരിച്ച ഇന്ത്യൻ സംസ്ഥാനം ബീഹാറാണ്. 2023 ഒക്ടോബറിൽ ജാതി സെൻസസ് ബീഹാർ. രണ്ടാമത്തെ സംസ്ഥാനം ഏതാണ്? ഒഡീഷ എന്നും ഓർത്തു വയ്ക്കുക, ബീഹാറും ഒഡീഷയും. അടുത്തത്, 16ാമത് അഗ്രികൾച്ചറൽ സയൻസ് കോൺഗ്രസ് വേദി ഏതാണ്? കൊച്ചി. 16ാമത് അഗ്രികൾച്ചർ സയൻസ് കോൺഗ്രസ് വേദി കൊച്ചി. അടുത്തത് നോക്കൂ, 2028 ലോസ് ഏഞ്ചൽസ് ഒളിമ്പിക്സിൽ പുതുതായി ഉൾപ്പെടുത്താൻ തീരുമാനിച്ച കായിക ഇനം. 2028 ലോസ് ഏഞ്ചൽസ് ഒളിമ്പിക്സിൽ പുതുതായി ഉൾപ്പെടുത്തുന്നത് ക്രിക്കറ്റാണ് എന്ന് ഓർത്തു വയ്ക്കുക. ഒപ്പം ഈ ചോദ്യം 141ാമത് ഇൻ്റർനാഷണൽ ഒളിമ്പിക്സ് കമ്മിറ്റി സെഷന് വേദിയാകുന്നത്, നമ്മളൊരു വർഷം പറഞ്ഞ് പഠിച്ചതാണല്ലോ. അപ്പോൾ 141ാമത് ഇൻ്റർനാഷണൽ ഒളിമ്പിക്സ് കമ്മിറ്റിയുടെ സെഷന് വേദിയാകുന്നത് മുംബൈ ആണ്. ഒളിമ്പിക്സിന് മുന്നേ എന്ന് പറഞ്ഞല്ലോ, ഒളിമ്പിക്സിന് മുന്നേ കമ്മിറ്റി കൂടി. അതുപോലെ എന്താണ്, ആ കമ്മിറ്റിയിൽ നിന്ന് റഷ്യ ഉണ്ടാക്കിയതിനെ ആരെയാണ് പുറത്താക്കിയത്? റഷ്യയെ. ഓർമ്മയുണ്ടല്ലോ. അപ്പോൾ നിങ്ങൾക്ക് ഈ സെഷൻ ഇഷ്ടമായി എന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങൾക്ക് ഈ സെഷൻ ഉപകാരപ്പെട്ടു എന്ന് തോന്നുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ ക്ലാസ്സുകൾ കാണാൻ വേണ്ടി നമ്മുടെ ബെൽ ഐക്കണിൽ ഓൾ എന്ന് തന്നെ സെലക്ട് ചെയ്ത് വയ്ക്കുക. നമുക്ക് വീണ്ടും പുതിയൊരു ക്ലാസ്സുമായി കാണാം. താങ്ക്